ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങളിൽ നിന്നും ദൂരേക്ക് നടന്നു നീങ്ങിയ ഈ വ്യക്തിക്ക് ഇപ്പോൾ സ്വസ്ഥതയില്ല. നിങ്ങളുടെ ചിന്തകൾ ഈ വ്യക്തിയെ കാർന്നു തിന്നുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. സോ മുഴുവനുമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ പല പല എനർജി ആയിട്ടാണ് നമ്മൾ കാർഡ്സ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലീഷൻ ആണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെ ആയപ്പോൾ ഈ പേഴ്സന്റെ സിറ്റുവേഷൻ എന്തായിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ പേഴ്സൺ ഹാപ്പി ആയിരുന്നോ, അല്ലെങ്കിൽ ഈ പേഴ്സൺ ഓക്കെ ആയിരുന്നോ, സന്തോഷത്തിലായിരുന്നോ, ഏത് സിറ്റുവേഷനിലാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളതിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനാക്ടിവിറ്റി ആൻഡ് ഐസോലേഷൻ ആണ്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് നിങ്ങളുടെ സാന്നിധ്യം നന്നായി തന്നെ, അതായത് നിങ്ങൾ കൂടെ ഈ പേഴ്സന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഈ പേഴ്സൺ കംപ്ലീറ്റ്ലി എന്താ പറയുക, ഹാപ്പി ആയിരുന്നു, സന്തോഷമായിരുന്നു. അത് മാത്രമല്ല നിങ്ങളുടെ സാന്നിധ്യം അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾ കൂടെ എപ്പോഴും ഈ പേഴ്സന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് നിങ്ങളുടെ പ്രാധാന്യം ഈ വ്യക്തിക്ക് മനസ്സിലായിരുന്നില്ല. കാരണം നിങ്ങൾ എപ്പോഴും ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് അവൈലബിൾ ആയിരുന്നു, നിങ്ങൾ എപ്പോഴും ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്നു, ഈ വ്യക്തിക്ക് വേണ്ടി അവൈലബിൾ ആയിരുന്നു, ഈ വ്യക്തിയോടൊപ്പം കൂടെ ഉണ്ടായിരുന്നു. ഈ വ്യക്തി എപ്പോഴൊക്കെ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം നിങ്ങൾ ഈ പേഴ്സന്റെ കൂടെ ഉണ്ടായിരുന്നു, നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് നിങ്ങളോട് വേണ്ടത്ര പ്രാധാന്യമില്ലാതിരുന്നു എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ എപ്പോഴും എന്താ പറയുക, ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും അവൈലബിൾ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ചിലപ്പോൾ നമ്മളോട് പ്രാധാന്യം തോന്നണം എന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ പലപ്പോഴും നിങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞില്ല എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആയിരുന്നു, നിങ്ങൾ എപ്പോഴും ഈ പേഴ്സണെ ആശ്രയിച്ചായിരുന്നു ജീവിച്ചിരുന്നത്. അങ്ങനെയല്ല. പക്ഷേ നിങ്ങളുടെ സാന്നിധ്യം പെട്ടെന്ന് ഇല്ലാതെ ആയപ്പോൾ, അതായത് നിങ്ങൾ പെട്ടെന്ന് ഈ പേഴ്സണോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് നിങ്ങൾ ദൂരേക്ക് നടന്ന് നീങ്ങിയിട്ടുണ്ടാകാം. കാരണം നിങ്ങൾക്ക് ഇനി ഈ പേഴ്സൺ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, എന്താ പറയുക, സഹിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഈ പേഴ്സൺ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നൊരു ക്യാരക്ടറൊക്കെ ആയിരിക്കാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാണ്ട് വന്നപ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ചീറ്റിംഗ് ഈ പേഴ്സൺ നിങ്ങളെ ചെയ്തിട്ടുണ്ടാകാം. സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ അത് പറ്റാതെ വന്നപ്പോൾ, നിങ്ങൾക്കത് പറ്റാതെ വന്നപ്പോൾ നിങ്ങൾ ഈ പേഴ്സണോട് ഗുഡ് ബൈ പറഞ്ഞ് നടന്ന് നീങ്ങിയിട്ടുണ്ടാകണം. അപ്പൊ നിങ്ങളുടെ ആ ഒരു സാന്നിധ്യമില്ലായ്മ, ഓക്കെ, നിങ്ങളുടെ ആ ഒരു സാന്നിധ്യമില്ലായ്മ ഈ പേഴ്സണെ ഭയങ്കരമായിട്ടൊരു ദുഃഖത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പേഴ്സൺ ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ഒറ്റപ്പെടലിലൂടെയാണ് ഈ പേഴ്സൺ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഒരു കാരണവശാലും നിങ്ങളില്ലാതെ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ലെവലിലാണ് നിൽക്കുന്നത്. കാരണം വളരെ മോശമായിട്ടുള്ളൊരു രീതിയിലാണ്. അതായത് ഈ പേഴ്സൺ ഒറ്റപ്പെട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഈ പേഴ്സണെ മറ്റാരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ദ നെക്സ്റ്റ് വൺ ഈസ് ദ നെഗറ്റീവ് തോട്ട്സ് ആർ മാനിഫെസ്റ്റിംഗ് എന്നുള്ളതാണ്. കാരണം നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഈ പേഴ്സൺ കംപ്ലീറ്റ് ആയിട്ട് തൻ്റെ ഇടത്തോടെ ഇരിക്കുകയായിരുന്നു. വളരെ തൻ്റെ ഇടത്തോടെ വളരെ കംപ്ലീറ്റ് ആയിട്ടാണ് ഈ പേഴ്സൺ നിന്നിരുന്നത്. പക്ഷേ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെ ആയപ്പോൾ ഈ പേഴ്സൺ കംപ്ലീറ്റ്ലി നെഗറ്റിവിറ്റിയിലേക്ക് പോയി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം എന്ത് കേട്ടാലും, എന്ത് പറഞ്ഞാലും, എന്ത് കണ്ടാലും ഈ പേഴ്സൺ അതെല്ലാം നെഗറ്റീവായിട്ട് തോന്നിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ പണ്ടെന്നൊക്കെ പറയണത് ഈ പേഴ്സൺ കുറച്ചു നേരം ഒറ്റയ്ക്കാണ് ഇരിക്കുന്നതെങ്കിൽ പോലും നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഈ പേഴ്സണ് ഒറ്റയ്ക്കിരിക്കാനോ
പറ്റുന്നില്ല. മറ്റാരുമായിട്ട് കണക്ട് ചെയ്യാനോ പറ്റുന്നില്ല. ഒന്നിനും ഒരു തൃപ്തി കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഒന്നിനും ഒരു പൂർണ്ണത കണ്ടെത്താൻ ആയിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് അതിനെക്കുറിച്ച് വളരെ നെഗറ്റിവിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യമായിട്ടുള്ളൊരു കാര്യം. ഇനി ഈ പേഴ്സൺ ഇംപ്ലിമെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. അത് ഹാപ്പിനെസ് ആണ്. കാരണം ഈ പേഴ്സണ് മതിയായിരിക്കുന്നു. കാരണം ഒരു വ്യക്തിക്ക് എത്ര നാളാണ് മടുത്ത് ജീവിക്കാൻ പറ്റുന്നത് അല്ലേ? മടുത്ത് അല്ലെങ്കിൽ ജീവിതം മടുത്തുകൊണ്ട് ബോറായിട്ട് ആർക്കും മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല. സോ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് ഒരു സന്തോഷത്തിനാണ് ഇപ്പോൾ കൊതിക്കുന്നത്. സന്തോഷിക്കാൻ വേണ്ടിയും സന്തോഷത്തോടെ ജീവിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയും ഒക്കെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ കൊതിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷകരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ പേഴ്സൺ ഇപ്പോൾ താല്പര്യപ്പെടുന്നത്. അപ്പം സന്തോഷകരമായിട്ടുള്ള ഒരു താല്പര്യം ലഭിക്കണമെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരൂ എന്നുള്ള ഒരു സിറ്റുവേഷൻ കൂടിയാണ് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ സന്തോഷമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതും ആഗ്രഹിക്കുന്നതും നിങ്ങളുടെ ആ ഒരു എനർജിയിലേക്ക് വരാനായിട്ട് താല്പര്യപ്പെടുന്നതും. ഓക്കെ, ദെൻ ദ മോഡറേഷൻ ആണ്. അതായത് നിങ്ങളുമായിട്ട് ഒരു എന്താ പറയാ, ഒരു ഒത്തുതീർപ്പ് അല്ലെങ്കിൽ ഒത്തുതീർത്തുകൊണ്ട് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഒരു ഫുഡൊക്കെ കഴിക്കാൻ, ജസ്റ്റ് ഒരു ഡേറ്റിങ്ങിന് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരുമിച്ച് എവിടെയെങ്കിലും ഒന്ന് പോകാൻ അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് സമാധാനത്തോടെ ഒന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങളുമായിട്ടുള്ള ഒരുമിച്ചുള്ള ഒരു കണക്ഷൻ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് ഇതിനു മുമ്പൊക്കെ നിങ്ങൾ ഒരുപാട് ഈ പേഴ്സണെ എന്താ പറയാ നിർബന്ധിച്ചിട്ടുണ്ടാകണം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോകാനും ഒരുമിച്ച് എവിടെയെങ്കിലും പോകാനും യാത്ര ചെയ്യാനും ഒക്കെ നിങ്ങൾ ഒരുപാട് എന്താ പറയാ നിങ്ങൾ ഈ പേഴ്സണെ നിർബന്ധിച്ചിട്ടുണ്ടായിരിക്കണം. പക്ഷെ ഈ പേഴ്സൺ അന്നൊന്നും അവൈലബിൾ അല്ലായിരുന്നു, അതിന്റെ പ്രാധാന്യം അറിയില്ലായിരുന്നു. അപ്പൊ അതെല്ലാം തട്ടിത്തെറിപ്പിച്ച് മാറ്റുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ഇപ്പോൾ ഏതൊരു മനോഭാവത്തോടെയാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സൺ കംപ്ലീറ്റ്ലി ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി എന്തും ത്യജിക്കാനും എന്ത് കാര്യത്തെ മാറ്റി നിർത്താനും, അതായത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ, അപ്പോൾ അത്തരം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ മാറ്റി നിർത്താനും ഒക്കെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പേഴ്സണ് അറിയാം ആൾക്കാരെ എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത് എന്നും ആൾക്കാരെ മാറ്റി നിർത്തേണ്ടത് എങ്ങനെയാണെന്നും ഈ പേഴ്സണ് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ വളരെ മനോഹരമായിട്ട് മറ്റുള്ളവരെ മാറ്റി നിർത്താൻ, തനിക്ക് ചേരില്ല എന്ന് തോന്നിക്കുന്ന നെഗറ്റീവായിട്ടുള്ള വ്യക്തികളെ മാറ്റി നിർത്താനും സ്വന്തം കാര്യം നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനും തിരിച്ചു പറയേണ്ട സ്ഥലത്ത് തിരിച്ചു പറയാനും, അത് എന്തു തന്നെയാണെങ്കിലും ഈ പേഴ്സൺ അതിനോട് പൊരുതിയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കുന്നത്. കാരണം പണ്ടൊക്കെ ഈ പേഴ്സൺ ഒരു എന്താ പറയാ ഒരു അഭയാർത്ഥിയുടെ പോലെയായിരുന്നു. ഒരു അഭയാർത്ഥി അല്ലെങ്കിൽ ഒരു അഭയം ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. മറ്റുള്ളവർ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിക്ക് എന്താ പറയാ നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തിക്ക് എതിർക്കാൻ അറിയാം, ഈ വ്യക്തിക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ അറിയാം. ഈ വ്യക്തിയുടെ സന്തോഷം മറ്റാരൊക്കെ വിചാരിച്ചാലും അത് തല്ലിക്കെടുത്താൻ സാധിക്കില്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കും കൂടിയാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ന്യൂ സപ്പോർട്ടീവ് കണക്ഷൻസ് ആണ്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ വളരെ നന്നായിട്ട് തന്നെ എന്താ പറയുക, ഈ പേഴ്സണ് നല്ല രീതിയിൽ ഈ പേഴ്സണ് സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ അത് പുതിയ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, പുതിയ കൂട്ടുകെട്ടുകൾ, പുതിയ വ്യക്തികൾ, വെൽവിഷേഴ്സ് ആയിരിക്കാം, ഒപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, എന്തൊക്കെയോ ഈ പേഴ്സണ് വളരെയധികം സപ്പോർട്ട് കിട്ടുന്ന ഒരു ലെവലിലേക്കാണ്, സപ്പോർട്ട് കിട്ടുന്ന ഒരു കൂട്ടം കൂട്ടുകാർ. ഓക്കെ, അങ്ങനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്താന്ന് വെച്ചാൽ അവരുടെ ഒരു ബലം കൂടെ ഈ പേഴ്സണ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവരും കൂടെ ഈ പേഴ്സണ് കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടും കൂടിയാണ് ഈ പേഴ്സൺ
എന്താ പറയുക, മൊത്തത്തിൽ സ്വന്തമായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് വരുന്നത്. ആൻഡ് ഓൾസോ ദ ഓവറോൾ എനർജി ദാറ്റ് വി ഗോട്ട് ഇസ് യെസ് ദ മെന്റൽ ക്ലാരിറ്റിയാണ്. അതായത് മനസ്സിന് വളരെയധികം ഒരു പണ്ടൊക്കെ ഭയങ്കര ചഞ്ചലതയായിരുന്നു. അതായത് ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥ. ഈ ഒരു സിറ്റുവേഷൻ ആണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തിക്ക് വളരെ മനോഹരമായിട്ട് മനസ്സിന് ഉറച്ച മനസ്സോടുകൂടി മുന്നോട്ട് വരാൻ സാധിക്കുന്നുണ്ട്. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാൻ കഴിയുന്നുണ്ട്. വളരെ തൻ്റെ ഇടത്തോടു കൂടി കാര്യങ്ങളെ നോക്കിക്കാണുവാനും മനസ്സിൽ വളരെയധികം പക്വത കൊണ്ടുവരാനും ഒക്കെ ഈ പേഴ്സണ് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും എനർജി, അപ്പൊ മെന്റൽ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു വിജയം വേറൊന്നില്ല. കാരണം മനസ്സിന് ഉറപ്പ് കിട്ടാനും ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനും ഒരു വ്യക്തിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെ എന്നേക്കുമായിട്ടുള്ള ഒരു വിജയം തന്നെയാണ്. ഓക്കെ, മനസ്സിന് വ്യക്തതയില്ലായ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും ചഞ്ചലമായി പോവുകയും മറ്റുള്ളവരെ ആശ്രയിക്കുകയും ചെയ്യുന്നതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പരാജയം. അപ്പോൾ ഇപ്പോൾ അത്തരം സിറ്റുവേഷനിൽ നിന്നും ഈ വ്യക്തി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് ഇന്നത്തെ റീഡിങ്ങിൽ കിട്ടിയിട്ടുള്ളത്. സാധാരണഗതിയിൽ കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ വരാറുണ്ടെങ്കിൽ പോലും ഇവിടെ കംപ്ലീറ്റ്ലി ഒരു പ്രതീക്ഷ നൽകുന്ന, അല്ലെങ്കിൽ പുതിയൊരു തുടക്കം കുറിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പോരാത്തതിന് സ്ക്രീനിൽ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കൊടുക്കുന്നുണ്ട്. സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.